എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേയാ? ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഈ ഉമ്മാക്ക് 69 വയസ്സായിട്ട് ഇതുവരെ ബർത്ത്ഡേ എപ്പാന്ന് അറിയില്ല, അങ്ങനെ ഒരു ദിവസം അറിയില്ല. അപ്പോൾ ഇതിനിടക്ക് കുറേ നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു കാര്യം ഓർമ്മയില്ല, അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കലും കുറവാണ്. അപ്പോൾ ഈ ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു ഡേറ്റ്, പിന്നെ പെരുന്നാളാണ്, അങ്ങനത്തെ എന്തോ ഒരു ദിവസം ഉമ്മാൻ്റെ അന്ന് വെറുതെ പാസ്പോർട്ടിൽ എന്തോ ആവശ്യത്തിന് നോക്കിയപ്പോൾ അതിലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കണ്ടു. അങ്ങനെ ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഓർമ്മ വന്നിട്ട് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്തതാണ് ഈ ഒരു പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ ഒരു ആഘോഷം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് വിളിച്ചു. ഇന്ന് അറിഞ്ഞിട്ട് ഞാൻ മറ്റന്നാൾ തന്നെ ഒരു റിസോർട്ടുണ്ടായിരുന്നു വയനാട്ടിൽ, അവിടെ ബുക്ക് ചെയ്ത് എല്ലാവരും വിളിച്ചു. ഒരു വാനാക്കി 2 കാറിലാക്കിയിട്ട് അങ്ങനെ മൊത്തം എല്ലാവരും വണ്ടി കയറ്റി അങ്ങനെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്ത് ഹാപ്പി ആക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ വീട്ടുകാരും എല്ലാവരുമായിട്ട് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ കുട്ടികളൊക്കെ അവരധികവും പുറത്തൊന്നും പോകാതെ അവർ വീട്ടു ജോലികൾ മാത്രം ചെയ്ത് അവരങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ അവരൊക്കെ കൂടി ഒന്ന് പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ടൗണിലൊക്കെ ദിവസം കുടിക്കാൻ അങ്ങനത്തെ ഒരു പോകുന്നത്. അതല്ലാതെ ഇങ്ങനെയുള്ള ഒരു വലിയ പൈസയൊന്നും ഇല്ലാത്ത ഒരു റിസോർട്ട് പോലെയുള്ള സ്ഥലത്ത് പോയിക്കൊണ്ട് അവരെ ഒന്ന് പരമാവധി അവരെ എൻജോയ് ചെയ്യിക്കുക. അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. കാരണം ഇത്രയും കാലത്ത് നമ്മൾ ഭൂമി ലോകം കാണാതെ പോട്ടെ, ഭൂമി ലോകം എന്ന് പറയുന്നില്ല, നമ്മൾ താമസിക്കുന്ന ഒരു ഇരിട്ടി അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട്, ആ കോഴിക്കോട് ഇതുവരെ അല്ലെങ്കിൽ സ്വന്തം നാട് വരെ ഒന്ന് പുറത്തു പോയി ഫുള്ളായിട്ട് കാണാൻ കഴിയാൻ സാഹചര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് പോലും ഓർമ്മിക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവും പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലധികവും ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അവഗണിച്ചു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ല, അല്ല അത്തരം കാര്യങ്ങൾ ചിന്തിക്കാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓർമ്മ ഉണ്ട്. പക്ഷേ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കൂട്ടിപ്പോകാനോ അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവരെ കൂട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് അന്നേരം കിട്ടുന്ന ഒരു അനുഭൂതി. കാരണം അവർ ഇതുവരെ അനുഭവിക്കാത്തൊരു കാര്യങ്ങൾ, ഒരു സ്ഥലത്ത് പോയി അവിടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വരെ ചിലപ്പോൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ല, എന്താണെന്ന് വരെ അറിയില്ല, അതിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇതുവരെ അറിയാത്ത ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. ഹാപ്പി ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ. 70 കൊല്ലമായിട്ട് ഇതുവരെ അറിയില്ല. 70ാമത്തെ വയസ്സിലാണ് അറിയുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണ്. പിടിച്ച് വിട്ടിട്ടില്ലാണ്. 69. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു ചെറിയൊരു ഓടിട്ട് വീടിന്ന് ഇപ്പോഴും വളർന്നു വന്ന് വലുതായ ഒരു ലെവലിലെത്തിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ വളർന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവർ ആ ലെവലിൽ തന്നെയാണ് അവരിപ്പോഴും ഉണ്ടാവുന്നത്. ആ ലെവലിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്
ഇങ്ങനെ പുറത്ത് പോകുന്ന സംവിധാനമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു ടൂറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള അവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് നമുക്ക് എത്ര പണം കൊടുത്തു കഴിഞ്ഞാലും കിട്ടാത്തൊരു അനുഭൂതിയാണ്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകും. അധികം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നു. അതാണ് നമ്മളധികം കണ്ടുവരുന്നത്. അതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരുമിച്ചൊരു മൊത്തത്തിലൊരു ഫാമിലി ആയിട്ട് ഏതെങ്കിലും ഒരു റിസോർട്ട് പോലെയുള്ള സ്ഥലത്ത് പോയി അവിടെ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു അനുഭവം, സന്തോഷം എല്ലാം മറന്ന്, എല്ലാ ഫോൺ കോളും, എല്ലാ വിഷമങ്ങളും ദേഷ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം മറന്ന് ഒരു ദിവസം ജീവിതത്തിൽ ഒന്ന് സന്തോഷം അനുഭവിക്കുക, അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കുക. ആ സന്തോഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി അനുഭവിച്ചാൽ മാത്രമേ നമുക്കറിയൂ. നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, അല്ലെങ്കിൽ നമ്മളെ ഏട്ടന്മാർ, അനിയത്തിമാർ, ഇവരൊക്കെ പല കോണിൽ അന്ന് നമ്മൾ അണുകുടുംബമായി മാറിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ അവരേതെങ്കിലും ഒരു വീടെടുത്ത് മാറി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും അകന്ന് നിൽക്കുന്നു. നമുക്കെല്ലാത്തിനും ഓരോ കുട്ടികളോ 2 കുട്ടികളോ മാത്രമേ ഉണ്ടാവൂ. അധികം അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു കുട്ടികൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പഴയ കാലത്തിൻ്റെ ഒരു സുഖം, ആ ഒരു ഓർമ്മകൾ, ആ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പം, അതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. കൂട്ടുകുടുംബം, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ആ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരുമിച്ചൊരു വലിയൊരു വീട്ടിൽ കുറേ ഫാമിലി നിൽക്കുക എന്നൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കുറച്ചും കൂടി സന്തോഷിപ്പിക്കാനും അത്തരം സാഹചര്യങ്ങളിലൂടെ അവരുടെ മനസ്സ് സന്തോഷിക്കാനും. ആരെങ്കിലും അകന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഈ സന്തോഷത്തോടു കൂടി അതൊക്കെ മറന്ന് സന്തോഷിച്ച് ഹാപ്പിയായി ഒന്ന് സ്നേഹത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെച്ച് ഒന്ന് സന്തോഷിച്ച് പോകും. പാടി പാട്ട് പാടി കൈമുട്ടി പറയുമ്പം തന്നെ നമുക്കൊരു ആ സന്തോഷം എത്ര മാത്രമുണ്ടെന്ന് ഇത് അനുഭവിച്ച ഓരോ ആൾക്കാർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം ഉള്ള ഒരു ചെറിയൊരു അനുഭവമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഈ ബ്ലോഗിനായി വേണ്ടി എടുത്ത വീഡിയോ അല്ല. സാധാരണയായി ഞാൻ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ എടുത്ത നോർമൽ വീഡിയോ, മൊബൈലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അനുഭവിച്ച അത്തരത്തിലുള്ള അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. God bless you. ദൂരെ ദൂരെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഞാനത് ലെങ്തി ആയിട്ടാണ് ഇടുന്നത്. ഓരോ ഫ്രെയിമിലും നമുക്ക് കിട്ടുന്ന അല്ല അനുഭവിക്കുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവിച്ച ആ സാഹചര്യങ്ങൾ, നമ്മൾ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, നമ്മൾ അത്തരമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒന്ന് കാണുക. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
ശനി മുതൽ ഞായറാഴ്ചയെങ്കിൽ ഗ്യാപ്പിന് അന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾക്കൊക്കെ ആവശ്യങ്ങളുണ്ട്, അതൊക്കെ ശരിയല്ല. പക്ഷെ എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചക്ക് അറ്റ്ലീസ്റ്റ് ആഴ്ചക്കോ മാസത്തിലെങ്കിലും ഒരു ദിവസം ഫാമിലിയെ നമ്മൾ മൊത്തം കൂട്ടി എന്തെങ്കിലും ഒന്ന് പോയി കറങ്ങി ഒരു ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ച് കഴിച്ച്, അല്ലെങ്കിൽ ഒരു ചായ പുറത്ത് വീട് വിട്ട് പുറത്ത് പോയി നമുക്ക് അനുഭവിക്കുമ്പോൾ റിലാക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ അറിയാത്ത പലരും കൂടെയുണ്ട്, നമുക്ക് ഫാമിലിയിലുണ്ട്, നമുക്ക് എല്ലാം അറിയാം. പക്ഷെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഒന്ന് കണക്കിലെടുത്ത് എല്ലാവരും ഒരുമിച്ചൊക്കെ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരുമിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക. ഈ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുക. സന്തോഷിക്കണം. എല്ലാവരും സന്തോഷവാന്മാരാകണം. സന്തോഷമില്ലെങ്കിൽ ജീവിതത്തിനൊരർത്ഥമില്ല. നമ്മൾ പണം എന്നുള്ള രീതിയിൽ ഓരോന്നും പുറകെ ഓടുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സൗഹൃദം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഫാമിലി, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുട്ടികൾ. അവരുടെയൊക്കെ ഈ കുട്ടികളൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ കുട്ടികൾ കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. കുട്ടികളെ നമ്മൾ അറിയുന്നില്ല, അവരെങ്ങനെ കളിക്കുന്നതെന്ന് അറിയുന്നില്ല, അവരെങ്ങനെ വളരുന്നതെന്ന് അറിയുന്നില്ല, അവർക്ക് എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത്, അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതെന്നാണ് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ വീഡിയോ കാണുക. ചാടി നമുക്ക് ചോദിച്ചു പോവാം. നല്ലതാണ്, നമുക്ക് ചോദിച്ചു കറി പ്ലേറ്റ്. ഏയ് നാളെയും വരണ്ടേ? അങ്ങ് പോയിട്ട് പോകുന്നതല്ല. ഞാനൊക്കെ കാത്തു നിന്നിട്ട് അടിപൊളി ചായ എനിക്ക് കിട്ടി. ഞാൻ കുടിച്ച് നല്ല കസാലമൊക്കെ ഒരു കുത്തിരുന്നിട്ടുണ്ട് 36-ാം ക്ലാസ്സിൽ. പരീക്ഷക്കെല്ലാടും വിജയിക്കണേ അല്ല. പേനയില്ലാതെ മെഷി കൊണ്ടാകുന്നു, മെഷിയില്ലാതെ പേന കൊണ്ടാകുന്നു. പരീക്ഷയ്ക്ക് വിജയിക്കണേ. കൂടും ചായക്ക് രുചി കൂടാൻ പോകുന്നു. ആശ്വാസമായി. നേരെ തിരിച്ച് രുചി കൂടി വരുന്നു. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടി വരുന്നു. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടി വരുന്നു. ഒന്ന് അധികമായി. ഇത് ചായപ്പൊടിയാ? എന്താണ് നമ്മളിപ്പോ കാപ്പി തോട്ടത്തിൽ വേണ്ട നല്ല ചായ. കാലിൽ അവര് കിട്ടുന്നില്ല. കുറച്ച് നീട്ടിയടിക്കണം, എന്നാലേ തണുപ്പ് പോവുക. കുറച്ച് നീട്ടിയടിക്കും, എന്നാലേ തണുപ്പ് പോവുക. കുറി അടിച്ചാലും കൂട് കഴിയുക. സൂര്യനില്ല. മന്നമായിട്ട് റൗണ്ടിലേക്ക് ഇതാ ചുറ്റി നടക്കാം.
ശരിയായി പറഞ്ഞു മോൻ. ഇതിന് റൂമുണ്ട്, അതിനുള്ളിൽ കിടക്കത്തൊക്കെ അത് നിങ്ങൾക്ക് റൂമിലില്ല, അത് കടക്കെല്ലാം വെക്കാനല്ലേ. വിളി വിളി. ഇടുങ്ങിയ പാതകളിലൂടെ
ചൂട്ടി എന്റെ പാട്ട് കേട്ടണ അമ്മ പാട്ടാടിയാ കാണിക്ക ചോലകളി വാറി കളി മുമ്പിലിരുന്നലിക്കാതി സുന്ദര ജമാലിയ പാതി കല്ലങ്കി തങ്കമവേ ബൈരാഗം പാതിത്തുള്ള കോരി തെറ്റിമേ കുളരിതഞ്ചേഹത്തിന് തുളങ്ങിയല്ല തട്ടിത്തള മുടിവസന്നും കുളലികളത്തിൽ ചവിടി കളിവക പൂർണ്ണ കൽവക കോവ കോവയും വിരൽ വത്ത് ആനന്ദത്തു കീർത്തിയിൽ മിക വലുത് തെളിയില്ലത്ത് സുന്ദര ബീവി ജമാല ചന്ദനമാല നിന്റമാല നിന്നറിയും പൈരക്കുറമ കുറിവത്ത താലി ഓനെ പിടിച്ച് കയറ്റാൻ പറ്റുക ഇന്ന് കെട്ടിപ്പിടിക്കാൻ മറന്നേ വീഡിയോ എടുക്കാം. ഞങ്ങൾ ഒരു കളി ജയിച്ചു എന്നിട്ട് 1-0.
ആയില്ല ഒന്നും കൂടി. അമ്മ ഇതാ വീഡിയോ മതി ഇത് കിട്ടുന്നില്ലേ? രണ്ടാളും ഒപ്പരം കിട്ടുന്നില്ലല്ലോ. വെള്ളത്തിൽ പോയല്ല.
റസു റസു സൈഡിലേ വാ, വെള്ളത്തിൽ പോ. റസു 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 സൈഡിലേ റസു, സൈഡിലേ വാ റസു, സൈഡിലേ വാ റസു. ഇതിന്റെ ഉള്ളില് മുടിയിനുള്ളിൽ ഒളിച്ചിനെ കൂടാ. അസുവിനെ കാണുന്നില്ല, കണ്ട് അസുവിനെ കാണുന്നില്ല. വെള്ളതാ കാണുന്നില്ലേ? വെള്ളതാ വെള്ളതാ ആ വെള്ളം കാണിച്ചിട്ടില്ല എന്റെ വെള്ളത്തിൽ. അവ എന്നാലും ഊരെ ആ ഒരു ഇനി ഇത് ഇവിടെ നിൽക്കേ ചേട്ടാ. ആ
നമ്മൾ പോയിട്ട് ഇതിപ്പോ കവ വരുമോ? ഇതിപ്പോ കവ വരുമോ? അപ്പുറം ഇരിക്കണ്ടേ? അപ്പുറം ഇരിക്കണ്ടേ അല്ലെങ്കിൽ അതിന്റെ മേലെയാ? മേലെ ഇരിക്കണ്ടേ? അത് അവിടെ ഇരുന്നാലോ? അവിടെ ഇരുന്നാലോ? അവിടെ ഇരിക്കാൻ പറ്റൂ? എന്നാ പിന്നെ ഇവിടെ ഇരുന്നാലോ? അവിടെ ഇരുന്നാലോ? എന്നാ പിന്നെ ഇവിടെ തന്നെ എന്നാണോ അതിന്റെ മേലെ ഇരിക്കാൻ? അതിന്റെ മേലെ ഇരിക്കണ്ടേ? ചൂരയോ? ആ ചൂരാണ്. ഹലോ, എന്താ പരിപാടി? വീഡിയോ ഷൂട്ട് ചെയ്യാം. Hello, are you busy? No. What is your sound? വണ്ടിയാ? വണ്ടി ഇപ്പം മടിക്കേരിയിലല്ലേ? നരീത വരുന്നേ, നരീത വരുന്നേ.
അതിനെയും കൂട്ടി ട്രോഫിനെ കൂട്ടി. ഏയ് ട്രോഫി അങ്ങ് എടുക്ക്, അവിടെ വെക്കല്ല. ആ അയച്ചിടാ. ഇത് റസീന. ആ ഓക്കെ. അല്ല ഞാൻ എടുക്കാം. ആ ഫോട്ടോ എടുക്കുന്നതിലേക്ക് ആടെ ഇട്ടെടുക്ക്. ആ ശരി ഓക്കെ. ആ ശരി ഓക്കെ ശരി. വാ ഇല്ല പിന്നെ എല്ലാരും ഹഗ്. ഏയ് ഹഗ്. അടുത്താള. ഏയ് വാ അടുത്താള് വാ. ഓക്കെ, ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഉമ്മാക്ക് നമ്മൾ 10 മക്കളാണ്. 10 മക്കളിൽ 6 പെണ്ണും 4 ആണാണ്. അതിൽ കുറേ പേരക്കുട്ടികളുണ്ട്. ഞാൻ 10ൽ 8ാമത്തെ കുട്ടിയാണ്. അപ്പം നമുക്ക് നമ്മൾ ഒരാൾ വേറെ പോകുമ്പോൾ ഉമ്മാക്ക് വേറെ കൂട്ടായിട്ട് വേറെ ആളുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉമ്മാനെ പരമാവധി സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുമ്പോൾ നമ്മളതൊക്കെ ചെയ്യുക. എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മമാരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഉമ്മമാരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുക. ഒന്നും വേണ്ട, പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി കാണാൻ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിൽ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, സൈനിങ് ഓഫ്. റസാഖ് ദുബായ്. താങ്ക് യു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.